പോലീസുകാരിയെ പിടിക്കണമെന്നുള്ള ആഗ്രഹം എന്തായാലും നടന്നു. അവള് വരുന്നുണ്ട്. വേഗം വിട്ടോ വിട്ടോ. വിനോ വണ്ടി എടുക്ക്. അപ്പൊ നീ രോമാഞ്ചനെ വിടാനുള്ള ഉദ്ദേശമില്ല? രോമാഞ്ചനെ ഭയങ്കര മാനസിക സംഘർഷം. അപ്പൊ കുമരകം വരെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. രാജില് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പശുവിനെ കറക്കുന്ന പോലെ കറക്കാണല്ലേ? കൊണ്ടുപോയി കറക്ക്. തിങ്കളാഴ്ച ഓഫീസ് വരണം. അപ്പൊ ഓക്കെ രോമാഞ്ച്. ഓക്കെ, ദിസ് വേ വരൂ രോമാഞ്ച്. എന്തൊക്കെയുണ്ട് ബ്രേക്കിംഗ് ന്യൂസ്? സ്റ്റാർ ടിവിന്ന് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ആര്യന്റെ അച്ഛന് ബെസ്റ്റ് ടീച്ചർ അവാർഡ്. ദാറ്റ്സ് ഗുഡ്. എടാ തേപ്പ് വരെ മരിച്ചു പോയിട്ടാ. ആര്? നമ്മുടെ പച്ചയോ? ഇന്നലെ തട്ടിപ്പോയി. എടാ പച്ച എങ്ങനെയാടാ ക്ലോസ് ആയത്? എനിക്ക് എന്തോ ഒരു സംശയം പോലെ. എന്ത് സംശയം? ലോട്ടറി അടിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പുകച്ച് കേറ്റിട്ടുണ്ടാവും. ഏയ് അതൊന്നുമല്ല. ആ വലിവുള്ളവനൊക്കെ പിന്നെ എങ്ങനെ ചാവാനാടാ? അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്നാലും എന്തോ. എന്റെ പൊന്ന് ക്ഷേമെടുത്തി കണ്ണുപൊട്ടന് പത്മലോചനൻ എന്ന് പേരിട്ട പോലെയായി. പച്ചഭസ്മം. വല്ല പച്ചക്കഞ്ചാവെന്നോ നീലച്ചടയനോ എന്ന് പേരിടുന്നതിന് പകരം പച്ചഭസ്മം. എന്തിനാടാ കഞ്ചാവടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും സാറേ ഞങ്ങൾ പാവങ്ങളല്ലേ. എന്ത് പോക്കരിത്തരവും കാണിക്കാനുള്ള ലൈസൻസ് ആണല്ലോ BPL കാർഡ്. കത്തിജ്വലിക്കുന്ന ഉൾക്കാമ്പ്. പുറന്തോടിൽ 4/3 ഭാഗം പച്ചവെള്ളം, ബാക്കി ഭാഗം കര. ആ കരയിൽ 10% വിവരവും 90% അഹങ്കാരവുമായിട്ട് നടക്കുന്നവനൊക്കെ മതിച്ച് തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ കാച്ചാനുള്ളതാ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഓക്കെ കാണട്ടോ. അമ്മേ, പച്ചഭസ്മം എങ്ങനെയാ മരിച്ചത്? എനിക്കറിഞ്ഞൂടാ. തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. Are you free now? ഞാൻ ഒറ്റയ്ക്കാണ് മാഡം. വാസുകി പേടിക്കണ്ട. Is there pepper? ഉണ്ട് മാഡം. Take 50 grams of it. Crush it. പൗഡർ പോലെ ആക്കണം.
Take his inhaler. Fill it with pepper. പൗഡർ ആസ്മ രോഗിയുടെ ശ്വാസകോശത്തിന്റെ മസിലുകളിൽ ചുറ്റിപ്പിടിക്കും. പിന്നെ 2 മിനിറ്റ് മതി വെയിനുകൾ ഓരോന്നായി വലിഞ്ഞു പൊട്ടാൻ. ചെവി കേക്കില്ലേ? എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് താ. ആദ്യം കുളിച്ചിട്ട് വാ. ഹലോ, ഹലോ. സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി പലരുടെയും മുഖം മൂടി വലിച്ചെറിഞ്ഞ റിപ്പോർട്ടർ കനിമോഹന്റെ ബാത്റൂം ക്ലിപ്പ് വൈറലാകാൻ പോകുന്നു. അതിനൊക്കെ മുമ്പ് ആദ്യ കാഴ്ചക്കാരൻ നീ തന്നെയായിരിക്കണം. എടാ, ഏതോ ന്യൂസ് റിപ്പോർട്ടറുടെ ഏതാണ്ടോ ഫ്ലാഷ് ആയെന്ന് ചാനലിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാണെന്നറിയോ? ഹലോ, വാട്സാപ്പിൽ അയച്ച വീഡിയോ കണ്ടല്ലോ. കൂടെയുള്ള ബ്രദറിനെ സൂക്ഷിച്ചോ, അവനാ പ്രതി. ഹലോ ചേച്ചി, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ ഇനി എന്റെ ബ്രദർ അല്ല. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ ഫ്ലാറ്റിൽ. ഇപ്പൊ lost from my life forever.
നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അവളെയല്ല, അവളുടെ ചാനലിനെയാ. മാഡം, റിപ്പോർട്ടർ ശാരിക എനിക്ക് നന്നായിട്ട് അറിയാം. ആ ക്ലിപ്പ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇന്നത്തെ നമ്മുടെ ലഞ്ചും സപ്പറും എല്ലാം ശാരികയാ. പാർക്ക് റേറ്റ് കൂടുമ്പോൾ അർമാദിക്കാൻ മൂന്നാറിൽ അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്ന ആളുകളാണ് നമ്മൾ. അവിടെ നിന്നും കിട്ടും ഇതിനേക്കാളും മുഴുത്ത ക്ലിപ്പുകൾ. അപ്പോൾ ലഞ്ചും ഡിന്നറൊന്നും ആയിരിക്കില്ല, പെരുന്നാളായിരിക്കും 7 ദിവസം. തൃപ്തിയായല്ലോ. ആ ശാരിക വെയിൻ കട്ട് ചെയ്ത് ആശുപത്രിയില്ല. ഇനി അവളുടെ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനിയാണ് ശരിക്കുള്ള ചാനൽ വാർ തുടങ്ങാൻ പോകും. ഉത്തരം മുട്ടുമ്പോൾ ഇംഗ്ലീഷിൽ കൊഞ്ചനം കാണിക്കും. കനി അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. നീയും ഹാപ്പിയാണല്ലോ. ലോകത്ത് പെണ്ണുങ്ങൾ മുഴുവൻ ഹാപ്പിയാ. ആണുങ്ങൾ ടെൻഷൻ അടിച്ച് കുപ്പി അന്വേഷിച്ച് നടക്കുക. ഇനി ഹെൽപ്പ്? താങ്ക് യു. ഹലോ ചേച്ചി. എന്നെ പോലെ ഒരു ചെറ്റയാണോടാ ഞാൻ അനിയെന്ന് വിളിച്ചത്? നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചപ്പോ എന്തായിരുന്നു നിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ചേച്ചി, മനസ്സിലായി. ചേച്ചി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേച്ചി, ഒരിക്കലും ഞാനല്ല അതെടുത്തത്. ചേച്ചി പ്ലീസ് ഒന്ന് കേക്ക്. അത് ആര്യനെ എടുത്തത്. That son of a bitch. ഞാനല്ല. ചേച്ചി ഒന്ന് വിശ്വസിക്കുക. മരണം മാത്രമാണ് ഇനി നിന്റെ മുന്നിലുള്ളത്. Your final escape from all the sins. മിസ് കനിമോഹൻ, ആ വീഡിയോ ക്ലിപ്പ് സ്പ്രെഡ് ആകാതിരിക്കാൻ ഞാൻ ഡിലീറ്റ് ചെയ്യിക്കുകയാണ്. സോ നോ മോർ നീഡ് ടു ഫിയർ. ഐ എം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. സൂയിസൈഡ് ചെയ്ത സുദീപ് മോഹന്റെ ഫ്രണ്ട് അല്ലേ താൻ? അല്ല. താൻ ആൻസർ ചെയ്യുന്നത് പോലീസിനോടാണെന്ന് ഓർമ്മ വേണം. സുദീപ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം നീയാണെന്നതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിന്റെ ഫോണിലേക്കാണ് അവന്റെ ലാസ്റ്റ് കോൾ. സുദീപിന്റെ ഫോണിൽ നിന്ന് ബാത്റൂം ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്തത് നീയാണെന്ന് സുദീപിന്റെ സിസ്റ്റം മൊഴി തന്നു കഴിഞ്ഞു. പോലീസ് തേടി നടന്ന റേപ്പിസ്റ്റ് നീയാണെന്ന് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. യു ആർ അണ്ടർ സർവൈലൻസ്. സുദീപിന്റെ ഫ്രണ്ടല്ലേ താൻ? തന്നെ DCPക്ക് ഒന്ന് കാണണം. എന്തിനാ സാറേ? അവന്റെ കിഡ്നി അടിച്ച ലേഖറ്റാണോ? ഇവൻ എനിക്ക് അറിയാവുന്ന പയ്യനാ. മൊഴിയെടുക്കാനാണെങ്കിൽ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ ഹാജരാക്കാം. പോരെ? ശരി. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകത്തിന്റെ അനിയനാ. അറിയോ നിനക്ക്? ഈ പോലീസുകാരോട് എന്തെങ്കിലും കുഴകുഴാന്ന് പറഞ്ഞാൽ അവർ ഇടിച്ചിടിച്ച് നിന്നെ കുഴച്ചു കളയും. എന്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തത്? നീ എന്നെ കൊണ്ട് അവാർഡ് മേടിപ്പിക്കോടാ. എന്നതാ ലൂയിസേ ഈ പിള്ളേരുടെ ഉള്ളിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വാ, വന്ന് വണ്ടി കയറി. എടാ ആര്യ, മോനെ, കണ്ടില്ലേ ലൂയിസ് അവന്റെ അഹങ്കാരം? പോട്ടെ പക്ഷെ അവൻ ആകെ ടെൻഷനില്ല.
നീ വന്നേ. ചില മീഡിയ ആരോപിക്കുന്നത് പോലെ ഇതൊരു മർഡർ അല്ല. സുദീപിന്റെ ജീവൻ എടുത്തത് സുദീപ് തന്നെയാണ്. വൺസ് എ ജങ്കി ഇസ് ഓൾവേസ് എ ജങ്കി. ആർക്കും ഒരു സംശയമൊന്നും വേണ്ട, അത് സൂയിസൈഡ് തന്നെയാണ്. അതിനുള്ള എവിഡൻസ് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ LSD മാത്രം മതി. ഹീസ് എ പോട്ട് ഹെഡ്. സുദീപിന്റെ വീട്ടുകാർക്ക് എന്ത് സംശയമുള്ളതായിട്ട് ആരോപണം ഉണ്ടല്ലോ. നോ ഇവനൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളത് ഇവരുടെ ബന്ധുക്കൾക്ക് നന്നായിട്ട് അറിയാം. ലഹരിയിലെല്ലാം മറക്കുന്നവരുടെ അവസാനം ഇങ്ങനൊക്കെ തന്നെയാവും. ഇതുപോലുള്ള മരണങ്ങൾ ചിലർക്കൊക്കെ ഒരു മുന്നറിയിപ്പും വാർണിംഗുമാണ്. നത്തിങ് മോർ ടു സേ. പ്രസ് മീറ്റ് ഓവർ. ഓക്കെ.